വർഷങ്ങളായിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളായിട്ട് പങ്കുവെച്ചുള്ളൊരു ശീലം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 2 ദിവസം വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റാരേക്കാളും നമ്മളുടെ വ്യൂവേഴ്സിനേക്കാളും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് മാനസികമായിട്ട്. അയ്യോ, വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കാം വീഡിയോസ് ഇട്ടാലല്ലേ പൈസ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ പൈസ കിട്ടുക എന്നതിനേക്കാളൊക്കെ ഉപരി ഇത് നമ്മളുടെ ഒരു റൂട്ടീനായി മാറിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നാളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മൾ മാല സ്വർണ്ണമാല ഇട്ട് കൊടുക്കുന്നതൊക്കെ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേച്ചി വന്ന് പറയുന്നുണ്ടായിരുന്നു, പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്തിനാ ഈ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നതെന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ അങ്ങനെ കുറേ ജന്മങ്ങൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ വായേന്നൊന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമ്മ കയറി പിടിക്കാനായിട്ട് അങ്ങനെ കുറേ ജന്മങ്ങളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതാലോചിക്കുമ്പോഴേ ആണുങ്ങളൊന്നുമല്ല, ആണുങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഡീസൻ്റായിട്ടുള്ള ആളുകൾ, വളരെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ. നമ്മൾ പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളുടെ ശത്രു എന്ന് എപ്പോഴും പറയില്ലേ. ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ, നമ്മളുടെ വീഡിയോസിലൊക്കെ ആണെങ്കിലും മറ്റുള്ളവരുടെ വീഡിയോസിലൊക്കെ ആണെങ്കിലും ഈ ലേഡീസാണ് വന്നിട്ട് ഒരുമാതിരി സംസാരം, ഒരു കൾച്ചറില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളും പെണ്ണുങ്ങളാണ്, ഈ പറയുന്നവരും പെണ്ണുങ്ങളാണ്, നമ്മുടെ അമ്മമാരാണ്, അവരും അമ്മമാരാണ്. എന്നിട്ടും പിന്നെ എന്താണല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും, അവരൊക്കെ അവരുടെ പാട്ടിന് പൊക്കോട്ടെ, അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ മറ്റുള്ളവരെ ഒരു വാക്കുകൊണ്ടെങ്കിലും കുത്തി നോവിപ്പിക്കുമ്പോൾ അവർക്കൊരു സുഖം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളെപ്പോഴും പറയില്ലേ ആണുങ്ങളാണ് എല്ലാവരുടെയും കച്ചറ ഉണ്ടാക്കുന്നതെന്നൊക്കെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളൊരു ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊച്ചിനെ അടുത്തൊരു ബസ്സിൽ കയറിയെന്ന് വിചാരിക്കുക, ആണുങ്ങൾ നമുക്ക് സീറ്റ് തരും, പെണ്ണുങ്ങൾ അപ്പം അങ്ങോട്ടേക്കൊക്കെ തിരിഞ്ഞ് ഇങ്ങോട്ടേക്കൊക്കെ തിരിഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ. ശരിക്കും പറഞ്ഞാൽ ഉടയിപ്പിൻ്റെ ആളുകളാണ് പെണ്ണുങ്ങൾ. ഞാനും ഒരു പെണ്ണ് തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പെണ്ണുങ്ങൾക്കാണ് ഈ അസൂയ കുശുമ്പ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പബ്ലിക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ എപ്പോഴും ആണുങ്ങളാണ്. ചില മോശം ആളുകളുണ്ട് എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് എപ്പോഴും റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ പെണ്ണുങ്ങൾക്ക് അതല്ല, പെണ്ണുങ്ങൾക്ക് അത് തിരിച്ചാണ്. നമ്മൾക്ക് ഇപ്പം എൻ്റെ വീഡിയോസ് വേണമെന്നില്ല, വേറെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കൂ, അതിൻ്റെ അടിയിൽ കമൻസ് വന്നിട്ടുണ്ടാവുക ഏറ്റവും മോശം കമൻറ്റ് ഇട്ടുണ്ടായിരിക്കുന്നത് ചിലപ്പോൾ ഒരു പെണ്ണായിരിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ എന്ന് പറയുന്നത് ഇതിന് വേണ്ടി ഇരിക്കുന്ന ആണുങ്ങളുണ്ട് കേട്ടോ, അവരെ നമുക്ക് ഈ കൂട്ടത്തിൽ പെടുത്തണ്ട അല്ലേ.